കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ പാർലമെന്റ് അനുമതി നൽകിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 2019 ആണ് കേട്ടോ. അപ്പോൾ ജമ്മു കാശ്മീരിന് ആർട്ടിക്കിൾ 370 പ്രകാരം റദ്ദാക്കാൻ പാർലമെന്റ് അനുമതി നൽകിയ വർഷമാണ് 2019 കേട്ടോ. 2019 ഓഗസ്റ്റ് 5-നാണ് ഇതിനുള്ള നിർദ്ദേശം പാർലമെന്റ് അവതരിപ്പിച്ചത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രാജ്യത്ത് നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി 101 ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 101 ഭരണഘടനാ ഭേദഗതി ഇപ്പോഴാണ് 2016 പാസ്സാക്കിയത്. അതുപോലെ ഇത് നിലവിൽ വന്നത് 2017 ജൂലൈ 1 മുതലാണ്. അപ്പോൾ 101 ഭരണഘടനാ ഭേദഗതി 2016 പാസ്സാക്കി 2017 ജൂലൈ 1 എന്ത് ചെയ്തു? നിലവിൽ വന്നു. അടുത്ത ചോദ്യം കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ളതാണ്. തിരുവിതാംകൂറിൽ ചാന്നാർ ലഹള അതായത് മാറുമറിക്കൽ സമരം പൂർണ്ണമായും വിജയം കണ്ടത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? അപ്പോൾ ചാന്നാർ ലഹള ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ്? ഓപ്ഷൻ സി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 ജൂലൈ മാസത്തിലാണ് എന്ത് ചെയ്തത്? വിളംബരം നടത്തിയത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിക്കുക. അടുത്ത ചോദ്യം 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മധുരയിൽ നിന്നും മാർച്ച് നയിച്ച പ്രമുഖ നേതാവ് ആര്? ടി വി രാമസ്വാമി നായ്ക്കർ, ജോർജ് ജോസഫ്, ടി കെ മാധവൻ, കെ കേളപ്പൻ. കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യം കൂടിയാണിത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് മാർച്ച് സംഘടിപ്പിച്ചത് ആരാണ്? ജോർജ് ജോസഫ് ആണ്. ഓപ്ഷൻ ബി ജോർജ് ജോസഫ് ആണ്. ഇത് റോസി മകൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ജോർജ് ജോസഫ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റോസി മകൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഓപ്ഷൻ സി ഗോദാവരിയാണ്. ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നതും എന്തിനെയാണ്? ഗോദാവരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഏത്? ഗോദാവരി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് പെരിയാറാണ് കേട്ടോ. പെരിയാർ. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. ഓപ്ഷൻ ബി കൊല്ലം ജില്ല. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം വിക്ഷേപിച്ച വാഹനം ഏതാണ്? ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആദിത്യ L1 എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത് കേട്ടോ. അപ്പോൾ 2023 സെപ്റ്റംബർ 2-നാണ് എന്ത് ചെയ്തത്? ആദിത്യ L1 വിക്ഷേപിച്ചത്. ഇത് PSLV C57 ആണ് കേട്ടോ. ഓപ്ഷൻ സി PSLV C57-ലാണ് എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം? ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം. അപ്പോൾ ഇന്ദുലേഖ നമുക്ക് ആരുടെയാണെന്നൊക്കെ അറിയാം. പക്ഷെ വർഷം പെട്ടെന്ന് 1989-ലാണ് എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് അടിത്തറയിട്ട റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ കാലയളവ് ഏതാണ്? റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുക പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണിത്. പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി. അത്യാവശ്യം PYQ നോക്കി പോയാൽ തന്നെ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റോളിംഗ് പ്ലാൻ എപ്പോഴാണ് നടന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ആൻസർ. 1978 മുതൽ 80 വരെയാണ് എന്ത് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. അതായത് ജനതാ പാർട്ടി സർക്കാരാണ് എന്ത് ചെയ്തത്? ഇത് കൊണ്ടുവന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് എന്ത് ചെയ്തത്? ഇത് കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് RBI ദേശസാൽക്കരിച്ച വർഷം ഏതാണെന്നാണ്? RBI ദേശസാൽക്കരിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ സി 1949-ലാണ് എന്ത് ചെയ്തത്? RBI ദേശസാൽക്കരിച്ചത് കേട്ടോ. 1949 ജനുവരി 1-നാണ് കേട്ടോ. ജനുവരി 1 1949 ജനുവരി 1 എന്ത് ചെയ്തു? RBI ദേശസാൽക്കരിച്ചു കേട്ടോ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. പഠിക്കാൻ എളുപ്പത്തിന് പഠിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ചോദ്യം സാമൂഹ്യ പരിഷ്കരണത്തിനായി സ്വാമി ആനന്ദതീർത്ഥൻ ആരംഭിച്ച പ്രശസ്തമായ പത്രം ഏതാണ്? അപ്പോൾ ആനന്ദതീർത്ഥന്റെ പ്രശസ്തമായ പത്രം ഏതാണ്? ഓപ്ഷൻ ബി സുജാനന്ദം. ഓപ്ഷൻ ബി സുജാനന്ദമാണ് കേട്ടോ. ഓപ്ഷൻ ബി സുജാനന്ദം. യൂറോപ്യൻ ഭരണാധികാരികളിൽപ്പെട്ട അൽബുക്കർക്ക് ഏത് വർഷമാണ് ഗോവ പിടിച്ചെടുത്തത്? ഞങ്ങളുടെ പ്രധാന നാവിക താവളമാക്കിയത്? 1510-ലാണ് കേട്ടോ. ഓപ്ഷൻ ബി 1510-ലാണ് എന്ത് ചെയ്തത്? അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തത്. പക്ഷികളിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന ശബ്ദപേടകം അതായത് വോയിസ് ബോക്സ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ബി സിറിങ്സ് ആണ് കേട്ടോ. സിറിങ്സ്. ഓപ്ഷൻ ബി സിറിങ്സ് ആണ്. അപ്പോൾ പക്ഷികളിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന ശബ്ദപേടകം ഏതാണ്? സിറിങ്സ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന മൂലകം ഏതാണ്? അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന മൂലകമാണ് ഏത്? ഓപ്ഷൻ എ ഇരുമ്പ് കേട്ടോ. ഓപ്ഷൻ എ ഇരുമ്പാണ് മനുഷ്യന് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന മൂലകം. കമ്പ്യൂട്ടറിന്റെ താൽക്കാലിക മെമ്മറി എന്ന് വിളിക്കപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? കമ്പ്യൂട്ടറിന്റെ താൽക്കാലിക മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ് ഇതിൽ? ഓപ്ഷൻ ബി റാം ആണ്. ഓപ്ഷൻ ബി റാം. ഇന്ത്യയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രൊജക്ട് ഏത് പേരിലായിരുന്നു? അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി സെൻട്രൽ വിസ്ത പദ്ധതിയാണ് കേട്ടോ. പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? സെൻട്രൽ വിസ്ത. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ഉത്തരം ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 എന്തെന്ന് പറയുന്നത് ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇതെന്താണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങളുള്ള അവകാശങ്ങളൊന്നാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. നമുക്കറിയാം മൗലികാവകാശങ്ങളിലെ 6 മൗലികാവകാശങ്ങളിൽ
ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. അപ്പോൾ 2005 ഒക്ടോബർ 12 എന്ത് ചെയ്തത്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്, RPI ആക്ട്. ഇനി മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4A, അതായത് ആർട്ടിക്കിൾ 51A എന്ത് പറയുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 51A ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ ഭാഗം 4A മൗലിക കടമകൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 3 മൗലികാവകാശങ്ങൾ, 2 പൗരത്വം. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷൻ. സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദാണ് കേട്ടോ. സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഭരണഘടനാ പദവിയോടെ നിലവിൽ വരാൻ കാരണമായ ഭേദഗതി. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഭരണഘടനാ പദവിയോടെ നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി 1992. അപ്പോൾ പഞ്ചായത്തി രാജാണെങ്കിൽ 73ാം ഭരണഘടനാ ഭേദഗതിയും 74 നഗരപാലിക നിയമം. 74 ഏതാണ്? നഗരപാലിക നിയമം. ഇനി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് 7ാം ഷെഡ്യൂൾ കേട്ടോ. 7ാം ഷെഡ്യൂൾ. സ്വത്ത് അവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? 1978 44ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 44ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്? സ്വത്തവകാശം നമ്മുടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. വർഷം 1978. 44ാം ഭരണഘടനാ ഭേദഗതിയിലൊക്കെ 4 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 1978 എന്ന് ഓർത്ത് വയ്ക്കാം. രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിനുള്ള ഭേദഗതി ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 61 ആണ്. അപ്പോൾ രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് ഏതാണ്? ആർട്ടിക്കിൾ 61 ആണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഇനി അടിയന്തരാവസ്ഥ ഘട്ടത്തിലും റദ്ദാക്കാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ ഏതെല്ലാം? അടിയന്തരാവസ്ഥ ഘട്ടത്തിലും റദ്ദാക്കാൻ കഴിയാത്ത മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം കേട്ടോ. 20ഉം 21ഉം, അതായത് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. അതാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 കേട്ടോ. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. അച്ചൻകോവിലാറ്റിലെ വെള്ളപ്പൊക്കം പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച പ്രശസ്തമായ നോവൽ ഏത്? അപ്പോൾ അച്ചൻകോവിലാറിലെ വെള്ളപ്പൊക്കം പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച പ്രധാനപ്പെട്ട നോവലാണ് ഏത്? ചെമ്മീൻ. ഇനി തിരുവിതാംകൂറിലെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി കണക്കാക്കപ്പെടുന്ന മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം. 1891 എന്ത് ചെയ്തത്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇനി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി 1907 സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. കുമാരനാശൻ ഏത് കൃതിയിലാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ താൻ എന്ന വരികളുള്ളത്? അപ്പോൾ കുമാരനാശന്റെ ഏത് വരികളാണിത്? 1921 മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. 1921 മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. കേരള സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ആര്? പഴശ്ശിരാജ. കുട്ടിയൂട്ടുരാജ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നതും ആരെന്നെയാണ്? പഴശ്ശിരാജ തന്നെയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് പ്രശസ്തമായ സവർണ്ണജാഥ നയിച്ചതാരാണ്? സവർണ്ണജാഥ മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. സവർണ്ണജാഥ മന്നത്ത് പത്മനാഭയാണ്. ഇനി കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ പത്രമാണ് ഏത്? രാജ്യസമാചാരം. ആരാണ്? ഹെർമൻ ഹുണ്ടറ്റാണ്. 1847 കേട്ടോ. ഇല്ലിക്കുന്നിൽ നിന്ന്. രാജ്യസമാചാരം ആരാണ്? ഹെർമൻ ഹുണ്ടറ്റ്. 1847. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, പിന്നെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രശസ്തമായ കപ്പൽ തുറ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രശസ്തമായ കപ്പൽ തുറ കണ്ടെത്തിയത് എവിടെ നിന്ന്? ഉത്തരം ലോത്തലാണ്. അപ്പോൾ ലോതൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഇനി ഏത് കോൺഗ്രസ് സമ്മേളനത്തിനാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്? 1929 ലാഹോർ സമ്മേളനത്തിനാണ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തത്? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ഇനി ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ സത്യാഗ്രഹം നയിച്ച സ്ഥലം ഏതാണ്? ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ സത്യാഗ്രഹം നയിച്ചത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് പറയുന്ന ഒരു സത്യാഗ്രഹമാണ് ഇതെന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ ചമ്പാരൻ. ബീഹാറിൽ വെച്ചാണ് നടക്കുന്നത്. 1917 മറ്റു 2 കലാപങ്ങളാണ് ഏതൊക്കെ? അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. അതുപോലെ ഗേദ സത്യാഗ്രഹം 1918. അപ്പോൾ ചമ്പാരൻ 1917, ഗേദ 18, അതുപോലെ അഹമ്മദാബാദ് തുണിമിൽ സമരവും 18 തന്നെയാണ്. അപ്പോൾ ഗേദ ഗുജറാത്തിലാണ്, അഹമ്മദാബാദും ഗുജറാത്താണ്, ചമ്പാരൻ ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ സുന്ദർബൻ ഡെൽറ്റയാണ്. അപ്പോൾ ഗംഗാ ബ്രഹ്മപുത്ര നദികൾ സൃഷ്ടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സുന്ദർബൻ ഡെൽറ്റ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ആൻഡമാൻ നിക്കോബറിലാണ് ഉള്ളത്. ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. സിംഹങ്ങളുടെ കാട് എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. സിംഹങ്ങളുടെ കാട് എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ ദേശീയോദ്യാനമാണ് ഏത്? ഗിർ ദേശീയോദ്യാനം. ഗിർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഉൽപ്പാദനമുള്ള കൽക്കരി ഖനി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഉൽപ്പാദനമുള്ള കൽക്കരി ഖനി ജാർഖണ്ഡിലെ ജാറിയാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും വലിയ കൽക്കരി ഖനി കൂടിയാണ് ഏത്? ജാർഖണ്ഡിലെ ജാറിയ. ഇനി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ്
സ്വരാജ് രൂപീകരിച്ചത് എവിടെയാണ്? അപ്പോൾ ആസാദ് ഹിന്ദ് സ്വരാജ് എവിടെയാണ് രൂപീകരിച്ചത്? സിംഗപ്പൂരിൽ 1943 എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴുകുമ്പോൾ നഷ്ടപ്പെടുന്ന ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിയുമ്പോൾ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ സി. ജലത്തിൽ ലയിക്കുന്ന മറ്റൊരു വിറ്റാമിൻ കൂടിയാണ് ഏതെന്ന് പറയുന്നത് വിറ്റാമിൻ ബി. ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് ഏത്? എ, ഡി, ഇ, കെ. പെൻസിലിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് എന്ത് ചെയ്തത്? പെൻസിലിൻ കണ്ടെത്തിയത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യശരീരത്തിലെ അവയവമാണ് പാൻക്രിയാസ്. അതായത് ആഗ്നേയ ഗ്രന്ഥിയിലെ പാൻക്രിയാസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകാശവർഷം എന്നത് ഏതിന്റെ അളവാണ്? ദൂരം അളക്കുന്നതിനുള്ള അളവാണ് ഏത്? പ്രകാശവർഷം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. ഇന്റർനെറ്റിന്റെ അടിസ്ഥാന പ്രോട്ടോകോൾ എന്നത് TCP/IP ആണ്. ഇന്റർനെറ്റിന്റെ അടിസ്ഥാന പ്രോട്ടോകോൾ.